ജെയുസോ റിയ റിപ്ലി ഇവർക്ക് WWE ചെയ്യാനിരുന്ന ലവ് സ്റ്റോറി എതിർത്തുകൊണ്ട് ജെയുസോയുടെ ഫാദർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം CM പങ്ക് WWE ഒരു പുതിയ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന US ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ഒരു വലിയ ട്വിസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് എന്താണെന്നും അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ജോൺ സീന ബ്രോൺ ബ്രേക്കർ ഇവർക്ക് ചിലപ്പോൾ മാച്ച് നടക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കാരണം ബ്രോൺ ബ്രേക്കർ തന്നെയാണ്. അതായത് ബ്രോൺ ബ്രേക്കർ പലയിടത്തായിട്ട് ജോൺ സീനയുടെ റിട്ടയർമെന്റ് ടൂറിൽ തനിക്കും ജോൺ സീനയ്ക്കും ഒരു മാച്ച് നടന്നാൽ അത് തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യമാണ്. ഈ ഒരു ടൈപ്പിലെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് ബ്രോൺ ബ്രേക്കർ പറയുന്നുണ്ട് ഇപ്പോൾ. അതായത് സീനയോടൊപ്പം തനിക്ക് മാച്ച് ചെയ്യണം, അതാണ് തന്റെ ആഗ്രഹം എന്നൊക്കെ. അപ്പോൾ സീന റിട്ടയർമെന്റ് അറിയിച്ചതിന് ശേഷം ഒരുവിധം എല്ലാ റെസ്ലേഴ്സും ഡ്രീം മാച്ച് അതുപോലെ തന്നെ മാച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ടെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോക്കാം ബ്രോൺ ബ്രേക്കറിന്റെ ഈ ഒരു ആഗ്രഹം നടക്കുമോ എന്ന്. ഇനി യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ നടക്കുമ്പോൾ എന്ത് പ്ലാനാണ് വരാൻ ചാൻസ് ഉള്ളത്? LA നൈറ്റ് വീണ്ടും തോൽക്കുമോ? ലോഗൻ പോൾ ചാമ്പ്യനായി മുന്നോട്ട് പോകുമോ? അതിനെപ്പറ്റി പറയാം. അതായത് സമ്മർ സ്ലാമിൽ ഇവർക്ക് മാച്ച് നടക്കുമ്പോൾ ഈ ഒരു ട്വിസ്റ്റ് സംഭവിക്കാം എന്നാണ് ഇപ്പോൾ റൂമറുകൾ പ്രകാരം വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ LA നൈറ്റ് സാന്റോസ് എസ്കോബാർ ഇവർക്കൊരു മാച്ച് അല്ലെങ്കിൽ ഇവർക്കൊരു സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈൻ പ്രകാരം സാന്റോസ് എസ്കോബാർ സമ്മർ സ്ലാമിൽ വന്നുകൊണ്ട് ലോഗൻ പോളിനെ ഹെൽപ്പ് ചെയ്ത് LA നൈറ്റിനെ തോൽപ്പിച്ചുകൊണ്ട് പിന്നീട് സാന്റോസ് എസ്കോബാറിനും LA നൈറ്റിനും സ്റ്റോറി പോകും എന്നാണ് ഈ ഒരു റൂമറിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ LA നൈറ്റിനും സാന്റോസ് എസ്കോബാറിനും സ്റ്റോറി വന്നേക്കാം. അത് പക്ഷേ LA നൈറ്റ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന് ശേഷമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് അവസരങ്ങളായിട്ടുണ്ട് WWE LA നൈറ്റിന് കൊടുത്തുകൊണ്ട് അവസാന നിമിഷം ഇങ്ങനെയെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഇനി പ്ലാൻ ചെയ്താൽ ഫാൻസിന് ശരിക്കും ദേഷ്യം വരും. അത് നമ്മളെക്കാൾ നന്നായിട്ട് WWEക്ക് അറിയാം. അതുകൊണ്ട് ഈ മാച്ചിൽ ലോഗൻ പോൾ ചിലപ്പോൾ ഫ്രണ്ട്സിനെ എല്ലാം കൊണ്ടുവന്ന് ഉടായിപ്പൊപ്പിക്കാൻ നോക്കുമെങ്കിലും LA നൈറ്റ് തന്നെയായിരിക്കും വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്. മാച്ചിന് ശേഷമോ പിന്നീടോ ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് പോയേക്കാം. ഇല്ല എങ്കിൽ പിന്നെ അതങ്ങോട്ട് സെറ്റ് ആവില്ല LA നൈറ്റിന്. അതായത് ചാമ്പ്യൻഷിപ്പ് തോറ്റിട്ട് പിന്നീട് സാന്റോസ് എസ്കോബാറിന്റെ കൂടെ സ്റ്റോറി ഒന്നും ചെയ്താൽ ഒട്ടും സെറ്റാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് ഈ മാച്ചിൽ ഞാൻ വിചാരിക്കുന്നത് സാന്റോസ് എസ്കോബാർ ഒന്നും വരില്ല എന്നാണ്. പക്ഷെ ഇങ്ങനൊരു ട്വിസ്റ്റ് സംഭവിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നോക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. സാന്റോസ് എസ്കോബാർ വന്നുകൊണ്ട് LA നൈറ്റ് തോൽക്കുന്നതാണോ അതോ LA നൈറ്റ് ചാമ്പ്യൻ ആകുന്നതാണോ നല്ലത് എന്ന്. ഇനി CM പങ്ക് WWE സൈൻ ചെയ്ത പുതിയ ഡീൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ CM പങ്ക് WWE വന്ന സമയത്ത് തന്നെ വലിയ കോൺട്രാക്റ്റ് എല്ലാം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ന്യൂസ് എല്ലാം ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ CM പങ്ക് ഒരു ചെറിയ ഡീലാണ് WWE സൈൻ ചെയ്തത്. പിന്നീട് ഇവിടെ നിന്ന് സെറ്റായതിനു ശേഷം മറ്റൊരു ഡീൽ സൈൻ ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് നമ്മൾക്കറിയാൻ കഴിയുന്നത്. അത് പ്രകാരം CM പങ്ക് പുതിയ ഡീൽ സൈൻ ചെയ്തേക്കാണ്. ഏകദേശം 3 വർഷത്തേക്ക് ഇനി CM പങ്ക് WWE തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. ആ കോൺട്രാക്റ്റിൽ ചില ഡീലെല്ലാം CM പങ്ക് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കാം ആ ഡീൽ എന്നാണ് പറയുന്നത്. എന്തായാലും CM പങ്ക് ഇനി 3 വർഷത്തേക്ക് WWE അപ്പോൾ ഈ ന്യൂസ് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. അതായത് അലിസ്റ്റർ ബ്ലാക്കിന്റെ AEW കോൺട്രാക്റ്റ് 2025 ഫസ്റ്റ് തന്നെ അവസാനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അലിസ്റ്റർ ബ്ലാക്ക് AEW റിലീസ് ചെയ്യണമെന്നൊക്കെ മുൻപ് പറഞ്ഞുവെങ്കിലും കോൺട്രാക്റ്റ് തീരുന്നത് വരെ നിൽക്കാനായിട്ടാണ് AEW അലിസ്റ്റർ ബ്ലാക്കിനോട് ആവശ്യപ്പെട്ടത്. അത് പ്രകാരമാണ് അലിസ്റ്റർ ബ്ലാക്ക് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. നോക്കാം അലിസ്റ്റർ ബ്ലാക്കിന്റെ ഡീൽ കഴിഞ്ഞതിന് ശേഷം WWE റിട്ടൈൻ ചെയ്യുമോ എന്ന്. പിന്നെ അലിസ്റ്റർ ബ്ലാക്കിന്റെ കൂടെയുള്ള ബോഡി മോർഫി പുതിയ കോൺട്രാക്റ്റ് AEW സൈൻ ചെയ്തതായിട്ടാണ് ന്യൂസ് വരുന്നത്. ഇനി അലിസ്റ്റർ ബ്ലാക്കും അങ്ങനെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമോ എന്നറിയില്ല. അഥവാ സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ WWE നമുക്ക് കാണാൻ സാധിക്കും 2025. ഇനി ജെയുസോ റിയ റിപ്ലി ഇവർക്ക് ചെയ്യാനിരുന്ന ലവ് സ്റ്റോറി ലൈൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജെയുസോയുടെ ഫാദറായ റിക്കിഷി തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജെയുസോനെ വെച്ച് ഇതുപോലെയുള്ള ലവ് സ്റ്റോറി ഇപ്പോൾ ചെയ്യാൻ പാടില്ല എന്നും ജെയുസോ ഇപ്പോൾ ഈറ്റ് മൂവ്മെന്റ് ഒക്കെ ചെയ്ത് വേറെ ലെവലായിട്ടാണ് പോകുന്നത്. തന്നെയുമല്ല അത് ജെയുസോയുടെ മാരേജ് ലൈഫിനെ ബാധിക്കും എന്നൊക്കെയാണ് റിക്കിഷി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയിൽ. എന്നാൽ ഇതിന് എതിർപ്പ് വന്നതോട് കൂടിയിട്ട് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് റിക്കിഷി പോയിട്ടുണ്ട്.
അതായത് എതിർപ്പുമായി വന്നത് ഇവർ ചെയ്യുന്ന സ്റ്റോറി ലൈൻ ജസ്റ്റ് അങ്ങനെ മാത്രം കാണുക, എന്തിനാണ് അത് സീരിയസ് ആയി എടുക്കുന്നത് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റെയ് മിസ്റ്റീരിയോ ഒരു 56 പ്രാവശ്യമെങ്കിലും ഇത്തരത്തിൽ വന്ന് പറയേണ്ടതാണ്. കാരണം റെയ് മിസ്റ്റീരിയോയുടെ മകനായ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ മാരേജ് ഈ അടുത്താണ് കഴിഞ്ഞത്. അതിനുശേഷം ലിവ് മോർഗനുമായിട്ടുള്ള സെഗ്മെന്റ്, ലവ് സ്റ്റോറി, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ റെയ് മിസ്റ്റീരിയോയും ഇങ്ങനെ രംഗത്ത് വരേണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങളെല്ലാം ആളുകൾ തുറന്നു പറഞ്ഞപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന സ്റ്റോറി ലൈൻ അത് അങ്ങനെ മാത്രം കാണാനാണ് ആളുകൾ പറയുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമ്മൾക്കറിയാം ഇവർ ശരിക്കും ലവ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ റെസ്ലിംഗിൽ ഇത്രയും പരിചയമുള്ള റിക്കിഷി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ റെയ് മിസ്റ്റീരിയോ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ലവ് സ്റ്റോറി ഇവർ ക്യാൻസൽ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ക്യാൻസൽ ഒന്നും ചെയ്യില്ല. ഇവർ റിയ റിപ്ലി, ജെയ് ഉസോ ഇവർക്ക് വെച്ച പ്ലാനുമായി തന്നെ മുന്നോട്ട് പോകും. പിന്നീട് റോമൻ്റെ സ്റ്റോറിയിൽ ജെയ് ഉസോനെ കൊണ്ട് ഉൾപ്പെടുത്തും. ഇത് തന്നെയാണ് സംഭവിക്കുക.